വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള സിനിമയിൽ ഫെമിനിസം കണ്ടിട്ട് എനിക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്കോ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിൻ്റെ റൈറ്ററിനും ഡയറക്ടറിനും ഒരു പത്മരാജൻ ഭരതൻ ടച്ചായിരുന്നു. സിനിമയുടെ അവസാനം നായികയായിട്ടുള്ള അവൃദ്ധയായിട്ടുള്ള നായിക നമ്മളിലേക്ക് കൃത്യമായിട്ട് ആ ഒരു ചിന്ത നമ്മൾ പോലും അറിയാതെ എത്തിക്കുന്നുണ്ട്. അതൊരു ബ്രില്യൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മരാജനും ഭരതനും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്രില്യൻസി ആയിരുന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ ഒരുപാട് മലയാള സിനിമകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഫെമിനിസം പറയും, ഞങ്ങളിതാ ഫെമിനിസം പറയുകയാണെന്ന് റൈറ്ററും ഡയറക്ടറും നായികയും നായകന്മാരൊക്കെ ഇങ്ങനെ സിനിമയിൽ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ രീതിയിലൊരു സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ റിയാലിറ്റി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു സിനിമാറ്റിക് ആയിട്ട് വരുന്ന സമയത്ത് ഇത് നേരത്തെ ഫെമിനിസം പറയുന്ന ഒരു സിനിമയിൽ ഇത് കണ്ടാണല്ലോ, ഇത് തന്നെ വേറെ രീതിയിൽ കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിനിമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ അകത്ത് സിനിമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണം. അതല്ലാതെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന സമയത്ത് ഒരേ കാര്യം തന്നെ കാണിക്കുമ്പോൾ നമുക്ക് എന്തായാലും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല.